ഹായ് ഇക്ക, സുഖാണോ? ഹായ്, ഇതൊന്ന് ഇങ്ങോട്ട് മെസ്സേജൊക്കെ. ഒന്നുമില്ല, വെറുതെ. നിനക്ക് സുഖല്ലേ? സുഖം. നിനക്കോ? അൽഹംദുലില്ലാ. എന്തോ നിങ്ങളെ പെട്ടെന്ന് ഓർമ്മ വന്നു. എൻ്റെ ഒരു ഫ്രണ്ട് നിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇപ്പൊ കളുടിയൊക്കെ നിർത്തി ഭയങ്കര ഡീസൻ്റ് ആയെന്നറിഞ്ഞു. സന്തോഷം തോന്നി. ഞാൻ ഒരുപാട് കൊതിച്ചതാ അങ്ങനെ ഒരിക്കൽ. നിങ്ങളുടെ കള്ളുകൂടിയല്ലേ നമ്മുടെ ജീവിതം തകർത്തത്. എനിക്ക് എന്തിഷ്ടായിരുന്നെന്നറിയും നിങ്ങളെ. ഞാൻ കാലു പിടിച്ച് പറഞ്ഞിട്ടും നിങ്ങളെ കള്ളുകൂടി നിർത്തിയില്ലല്ലോ. ഇപ്പോ നിങ്ങൾ നല്ലപോലെ ജോലിക്കൊക്കെ പോയി അന്തസ്സായി കുടുംബം നോക്കുന്നുണ്ടെന്ന് ഫ്രണ്ട് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം തോന്നിയേക്കാം. പക്ഷേ വല്ലാത്ത സങ്കടവും. ഇങ്ങനൊരിക്കലല്ലേ ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ എല്ലാ കഷ്ടപ്പാടും സഹിച്ച് നിങ്ങളുടെ കൂടെ 4 വർഷം ജീവിച്ചത്. എന്നിട്ട് എന്നോട് ദയ കാണിച്ചു. ഞാൻ കുട്ടികളെയും കൂട്ടി നിങ്ങളുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് എന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഒരൊറ്റ വാക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞു, ഞാനിനി കുടിക്കില്ല, നിന്നെ മക്കളെ നന്നായി നോക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനൊരു വാക്ക്. നീ മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കാൻ തുടങ്ങിയ ആ ദിവസമാണ് നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അന്നാണ് ഞാൻ അവസാനമായി ബന്ധിപ്പിച്ചത്. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ മദ്യത്തിനടിമപ്പെട്ടിരുന്ന ഞാൻ എൻ്റെ ചുറ്റിലുമുള്ളതിനൊന്നും കണ്ടില്ല. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോഴേക്കും എനിക്കെല്ലാം നഷ്ടപ്പെട്ടില്ല. ഒരുപാട് തവണ നേരിൽ വന്ന നിന്റെയും മക്കളുടെയും കാലുകളുടെ മാപ്പപേക്ഷിക്കാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നീ മറ്റൊരാളുടെ ഭാര്യയല്ലേ. ഇന്ത്യക്കിടയിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും, കുഞ്ഞു കുഞ്ഞു തല്ലുപിടുത്തങ്ങൾക്കും ഭ്രാന്തമായ പ്രണയങ്ങൾക്കും സാക്ഷിയായ നമ്മുടെ കട്ടിലിൽ കിടന്നാണ് ഇപ്പൊ ഈ മെസ്സേജ് അയക്കുന്നത്. മറ്റൊരു പെണ്ണ് ജീവിതത്തിൽ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും നിങ്ങളെന്നെ ഓർത്തിട്ടുണ്ടോ? ഇതിന്റെ ഉത്തരം നിനക്കറിയില്ലേ? നിനക്കെന്നെ ഓർക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ തന്നെ ഞാനും. എനിക്ക് ദേഷ്യം വരുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച് തല്ലുകൂടിയിരുന്ന പുതപ്പിനോടും ഞാൻ എടുത്തെറിഞ്ഞിരുന്ന തലയിണയോടും എന്റെ അന്വേഷണം പറയണം. അതിലൊക്കെ ഇപ്പോഴും എന്റെ മണമുണ്ടാവും. ഇപ്പോഴത്തെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കണം. എന്നെ വേദനിപ്പിച്ചതുപോലെ ആ പാവത്തിനെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത്. കുറച്ച് കഴിഞ്ഞ് പഴയ പോലെ നിങ്ങളുടെ ഉടായ്പ സ്വഭാവം ആളുടെ മുന്നിൽ എടുക്കരുത് കേട്ടോ. എന്നെ പോലെ ആവണമെന്നില്ല എല്ലാവരും. എന്നാ ശരി, ഞാനിനി മെസ്സേജ് അയക്കില്ല. എന്തോ കുറച്ച് സംസാരിക്കാൻ തോന്നി മെസ്സേജ് അയച്ചു. എത്ര കിട്ടിയാലും ആദ്യത്തേത് മരിക്കുന്നത് വരെ മറക്കാൻ പറ്റില്ല. ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ ആദ്യമായി കടന്നു വന്ന വഴികൾ നല്ലതായാലും ചീത്തയായാലും അതങ്ങനെ കണ്ണിനുള്ളിൽ കിടക്കുന്നുണ്ടാവും. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു.